നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അർജൻറ്റീനയ്ക്കെതിരെ ബ്രസീലിൻ്റെ ഗോൾ പോലെ കാക്കുക ബെൻഡോ ആയിരിക്കും. ബെൻഡോ ഇപ്പോൾ പറയുന്നു, കുഞ്ഞുനാളിലെയുള്ള സ്വപ്നമാണ് അർജൻറ്റീനയ്ക്കെതിരെ കളിക്കുക എന്നുള്ളത്. നമ്മൾ ചെറിയ പ്രായത്തിൽ അത് സ്വപ്നം കാണും. മാറക്കാനയിൽ കളിക്കുക, ബ്രസീലിന് വേണ്ടി കളിക്കുക, ബ്രസീൽ വേഴ്സസ് അർജൻറ്റീന മത്സരം കളിക്കുക. മാറക്കാനയിൽ അല്ലെങ്കിലും മോണമെൻ്റലിലാണ് കളിയെങ്കിലും അത് മിസ്റ്റിക്കലായിട്ടുള്ള സ്റ്റേഡിയമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം അറബ് ലീഗിലാണ് ഇപ്പോൾ അദ്ദേഹം കളിക്കുന്നത്. അൽ നസറിന് വേണ്ടിയിട്ട് സൗദി പ്രോ ലീഗിൽ കളിക്കുന്നു. അവിടുത്തെ ലീഗ് വളരെ മികച്ചതാണ്, അത് പലരും മനസ്സിലാക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാൻ അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും എല്ലാവർക്കും കളിക്കണമല്ലോ. കുഞ്ഞായിരുന്ന സമയത്ത് തന്നെ ബ്രസീൽ വേഴ്സസ് അർജൻറ്റീന മത്സരം കളിക്കുക എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. മാറക്കാനയെക്കുറിച്ച് ചിന്തിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇത് മോണമെൻ്റൽ സ്റ്റേഡിയത്തിലാണ്. ആ സ്റ്റേഡിയവും വളരെ മിസ്റ്റിക്കലാണ്. അടുത്ത മത്സരം എല്ലായ്പ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും കരുതുന്നു ഞാൻ കൂടുതൽ നെർവസ് ആയിരിക്കുമെന്ന്. ആയിരിക്കാം, കുറച്ചുകൂടി ആങ്ഷ്യസ് ഒക്കെ ആയിരിക്കും. ഇതൊരു ഡെർബി മാച്ചാണല്ലോ, അർജൻറ്റീനയ്ക്കെതിരെയല്ലേ കളി. ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അർജൻറ്റീനയിൽ പോയിട്ട് കളിക്കുകയും വേണം. എന്നാൽ ഞാൻ എൻ്റെ ഡെബ്യൂ നടത്തിയത് അർജൻറ്റീൻ ക്ലബിന് എതിരെയാണ്, റിവർ പ്ലേറ്റിനെതിരെയാണ്. അർജൻറ്റീനയിൽ വെച്ചിട്ടാണ് അത്ലറ്റിക്കോ പാരനൈസിന് വേണ്ടി ഞാൻ കളിക്കാനിറങ്ങിയത്. കൊപ്പ ലിബർട്ടഡോറസിൻ്റെ റൗണ്ട് ഓഫ് 16 എൻ്റെ ഡെബ്യൂ. അന്ന് എൻ്റെ പ്രായം 21 മാത്രമായിരുന്നു. ഏതായാലും 15 വയസ്സ് മുതൽ, അണ്ടർ 15 മുതൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു വിധത്തിലുള്ള മറ്റു പ്രശ്നങ്ങളുമില്ല, കളിക്കാൻ റെഡിയാണ് എന്ന് ഇപ്പോൾ അൽ നസറിൻ്റെ താരം ബെൻഡോ പറയുന്നു. ബെൻഡോ അൽ നസറിലേക്ക് പോയതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഒരുപാട് മുൻവിധികൾ പലരും അറബ് ലീഗിനെ കുറിച്ച് വെച്ച് പുലർത്തുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾ അവിടെ ആരൊക്കെയാണ് കളിക്കുന്നത് നോക്കുക, പ്ലെയേഴ്സിനെ നോക്കുക. എൻ്റെ ലെവലിൽ ഒരു മാറ്റവും, എൻ്റെ സ്റ്റാൻഡേർഡിന് ഒരു കുറവും അവിടെ കളിക്കുന്നതുകൊണ്ട് സംഭവിച്ചിട്ടില്ല. ഞാൻ കൂടുതൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് കളിക്കളത്തിൽ, എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കളിക്കളത്തിൽ കാണിക്കാനുള്ള അവസരം കൂടിയായിട്ടാണ് ഈ കളിയെ ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും ഞാൻ യൂറോപ്പിലേക്ക് പോകും എന്നായിരുന്നു പലരും എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ കാര്യങ്ങൾ പെട്ടെന്ന് മാറുകയായിരുന്നു. സൗദി അറേബ്യയിലേക്ക് ഞാൻ പോയത് പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ആരും ആ ഒരു മൂവ് എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പക്ഷേ ദേശീയ ടീമിൻ്റെ അധികൃതരുമായിട്ട് സംസാരിച്ചിരുന്നു ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ്. ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ അവരുടെ റഡാറിൽ നിന്ന് ഞാൻ പുറത്താകുമോ, ദേശീയ ടീമിലേക്കുള്ള അവസരം നഷ്ടമാകുമോ എന്ന് അവരോട് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അതെനിക്ക് തീരുമാനമെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാക്കി. മാർക്കറ്റ് വ്യത്യസ്തമാണ്, അവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഒരുപാട് സൗദി അറേബ്യൻ ഫുട്ബോൾ വളർന്നിട്ടുണ്ട്. യങ് പ്ലേയേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വേവ് ഓഫ് സ്റ്റാർസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. സൗദി അറേബ്യൻ ലീഗ് മികച്ചതാണ് എന്ന് ഇപ്പോൾ അൽ നസറിൻ്റെ താരം ബ്രസീലിയൻ ഗോൾ കീപ്പർ ബെൻഡോ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.